PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, പ്രസിഡന്റിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ്, ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 63. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് നമ്മൾ പഠിച്ചു ആരെ? രാഷ്ട്രപതിയെ. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഈ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്, അല്ലെ? ഇനി ആർട്ടിക്കിൾ 64 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷനാണ് ആര്? വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് കേട്ടോ. ഔദ്യോഗിക അധ്യക്ഷൻ എന്നാണ് പറയുന്നത്, ഒരിക്കലും അംഗം എന്ന് പറയുന്നില്ല. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരാം, രാജ്യസഭ അംഗമാണ് ഉപരാഷ്ട്രപതി. അംഗം ഒരിക്കലും അല്ല, അധ്യക്ഷനാണ്. അപ്പൊ രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 64. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, പ്രസിഡന്റിനെ ആരും അപ്പോയിന്റ് ചെയ്യല്ല, അവർ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ മറ്റുള്ള ഓഫീസേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ആരാണ് നിയമിക്കുന്നത്, അല്ലെ? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും, അല്ലെ? ഗവർണർ നിയമിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റ് നിയമിക്കുന്നു എന്ന് പറഞ്ഞു പഠിക്കുന്നു. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും, അതായത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ആരെങ്കിലും നിയമിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവര് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? അവർ ഇലക്റ്റഡ് ആണ്, അല്ലെ? തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്ന് പറയുന്നത്. ഇനി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുമതിയോടെ അല്ലാതെ രാജ്യസഭയിൽ ഒരു ബില്ല് പോലും അവതരിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഒരു ബില്ല് നമ്മൾ അവതരിപ്പിക്കും, അല്ലെ? ലോക്സഭയിൽ അവതരിപ്പിക്കും, രാജ്യസഭയിൽ അവതരിപ്പിക്കും. അപ്പോൾ ഒരു രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ അനുമതിയോടുകൂടെ മാത്രമേ അത് പറ്റത്തുള്ളൂ? ഉപരാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ അവതരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്ക് പ്രാധാന്യം, നമുക്ക് ഉപരാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രപതിക്ക് പകരം ഉപരാഷ്ട്രപതി ചുമതല നിർവഹിക്കുന്ന ചില സന്ദർഭങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്ക് ഒരു പ്രാധാന്യം വരുന്നുള്ളൂ. അപ്പോൾ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഇദ്ദേഹം രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ചുമതല, അല്ലെങ്കിൽ ആ ഒരു ചുമതല വഹിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രാധാന്യം ലഭിക്കുന്നത്. ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു പൊസിഷന് ആ ഒരു പ്രാധാന്യം ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇപ്പൊ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കാമെന്ന് വിചാരിച്ചോ, ആ സമയത്ത് ഇദ്ദേഹത്തിന് രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പാടില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ രാഷ്ട്രപതി ഇല്ല എന്നുണ്ടെങ്കിൽ, രാഷ്ട്രപതിയുടെ അഭാവത്തിലാണെങ്കിൽ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്നത്. ആ ഒരു സമയത്താണ് ഉപരാഷ്ട്രപതിക്ക് വളരെയധികം പ്രാധാന്യം വരുന്നത്. പക്ഷേ ഇങ്ങനെ രാഷ്ട്രപതിയുടെ പകരം അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതിക്ക് ഒരിക്കലും രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനം വഹിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഉപരാഷ്ട്രപതിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഒരിക്കലും ഉപരാഷ്ട്രപതി എന്ന നിലയിലുള്ള ശമ്പളമല്ല. അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്.
ഓക്കെ, ഉപരാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ശമ്പളം എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ശമ്പളമായിട്ടുള്ള 5 ലക്ഷം രൂപയാണ് രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കാതിരിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതി ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ആ സമയത്ത് രാഷ്ട്രപതിക്ക് എത്രയാണ് ശമ്പളം? 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ തന്നെയാണ് ഉപരാഷ്ട്രപതിക്ക് ശമ്പളമായിട്ട് ലഭിക്കുക. ഇനി അതല്ലാതെ അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, അതായത് രാജ്യസഭയുടെ അധ്യക്ഷൻ മാത്രമായിരിക്കുമ്പോൾ അവരുടെ ശമ്പളം എത്രയാണ്? അത് 4 ലക്ഷം രൂപയാണ്. ഓർത്തിരിക്കണം, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഉപരാഷ്ട്രപതിക്ക് ശമ്പളം ലഭിക്കുന്നത്. അത് എത്ര രൂപയാണ്? 4 ലക്ഷം രൂപയാണ്. ഇനി അദ്ദേഹം രാഷ്ട്രപതിക്ക് പകരം അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്ന സമയത്ത് രാഷ്ട്രപതിയുടെ ശമ്പളമായിട്ടുള്ള 5 ലക്ഷം രൂപ ശമ്പളം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ വൈസ് പ്രസിഡന്റിന് തുല്യമാണ്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് തുല്യമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് തുല്യമാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു 10% പ്രാധാന്യം പോലും അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് ഉണ്ടാവില്ല. അവിടെ എല്ലാം പ്രസിഡന്റാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ത്യയിലും പ്രസിഡന്റിന്റെ അത്രയും ഒരു 10% പോലും അധികാരം ആർക്കില്ല? ഉപരാഷ്ട്രപതിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയേക്കാൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് ചില അധികാരങ്ങളൊക്കെ കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ ഒരു കൊല്ലം ഒക്കെ ഭരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ മൊത്തം കാലാവധി 4 വർഷം. അപ്പോൾ ഒരു കൊല്ലം ആകുമ്പോഴത്തേക്കും ആൾ മരിച്ചു. ബാക്കിയുള്ള 3 കൊല്ലവും എന്ത് ചെയ്യാം? ഉപരാഷ്ട്രപതിക്ക് അവിടെ ഈ പറയുന്ന രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കേസ് പറയുമ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കാൻ കഴിയുന്നത് 6 മാസം മാത്രമാണ്. 6 മാസം ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിക്ക് ആ സ്ഥാനം നിർവഹിക്കാൻ കഴിയുന്നത് വെറും 6 മാസം മാത്രമാണ്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. കാലാവധി തീരുന്നതിന് മുൻപ് മരിച്ചുപോയാൽ ബാക്കി എത്ര കാലാവധി ഉണ്ടോ അത്രയും കാലം ഉപരാഷ്ട്രപതിക്ക് ഭരിക്കാം. ആ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ അധികാരം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ 10% അധികാരം പോലും ഉപരാഷ്ട്രപതിക്കില്ല. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 64 നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 65. ആർട്ടിക്കിൾ 65 പറയുന്നത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 65 പ്രസിഡന്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യണം? വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 65. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 66. ആർട്ടിക്കിൾ 66 പറയുന്നത് എന്താണ്? വൈസ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്, ഇലക്ഷനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഇവരെല്ലാം ഇലക്റ്റഡ് ആണ്, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ പഠിച്ചു, 54 പ്രതിപാദിക്കുന്നത്. അതേപോലെ വൈസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 66. ഈ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ടും എന്തുണ്ട്? ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് ഇലക്ട്രൽ കോളേജിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രൽ കോളേജിൽ വരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോക്സഭാ അംഗങ്ങളും, ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പഠിച്ചത്. ഇവിടെ എല്ലാ ലോക്സഭാ അംഗങ്ങളും ഇലക്ട്രൽ കോളേജിൽ അംഗമാണ്. എല്ലാ രാജ്യസഭാ അംഗങ്ങളും ഇലക്ട്രൽ കോളേജിൽ അംഗമാണ്. എല്ലാം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും നോമിനേറ്റ് ചെയ്തവരും എല്ലാവരും വരും. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് എന്താ പറയാം? എല്ലാ പാർലമെന്റ് അംഗങ്ങളും. അങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞൂടെ? എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഏതിൽ അംഗമാണ്?
വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്ക് ഇവിടെ വോട്ടവകാശം ഉണ്ടോ? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഇല്ല. ഓക്കെ, പക്ഷേ പ്രസിഡന്റിൽ നമ്മൾ സംസ്ഥാന നിയമസഭയുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സംസ്ഥാന നിയമസഭയിലുള്ള അംഗങ്ങൾക്കുള്ള വോട്ടവകാശം ഇവിടെ വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഈ തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും. റിട്ടേണിംഗ് ഓഫീസർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒരു റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഒന്നുകിൽ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആവാം, അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആവാം. ലോക്സഭാ സെക്രട്ടറി ജനറലോ അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറലോ ആയിരിക്കും ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ സമയത്ത്. ഓക്കെ, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ സെക്രട്ടറി ജനറൽ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം 2022 നടന്നിട്ടുള്ള ഇലക്ഷൻ, 2022 ഇലക്ഷനിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അതായത് PC മോദി. ആരാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ? PC മോദി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ. ഇനി 2022 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ സെക്രട്ടറി ആയിട്ടുള്ള ഉത്പൽ കുമാർ സിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഉത്പൽ കുമാർ സിംഗ്. ഇപ്പോൾ 2022 ആയതുകൊണ്ട് ഓർത്തിരിക്കാം. 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ രാജ്യസഭ, അപ്പോൾ 6 വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ രാജ്യസഭ സെക്രട്ടറി ജനറൽ PC മോദിയും, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗുമായിരുന്നു അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ?
കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ്. അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസ്സിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാരാ? സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എപ്പോഴും സുപ്രീം കോടതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ, എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? 1, 35 വയസ്സ് പൂർത്തിയാവണം. 35 വയസ്സ് പൂർത്തിയാവണം. 2, ഇന്ത്യൻ പൗരനാവണം. നമ്മളെപ്പോഴും പറയുന്ന ആദ്യത്തെ പോയിന്റാണ് ഇന്ത്യൻ പൗരനാവണം. ദെൻ 35 വയസ്സ് പൂർത്തിയാവണം. പിന്നെയോ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാവാൻ പാടില്ല. ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാവാൻ പാടില്ല എന്ന നിർബന്ധമാണ് ഉപരാഷ്ട്രപതി ആവുന്ന ആള്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ശമ്പളം പറ്റുന്ന ആളാവരുത്. സർക്കാരിൽ നിന്നും ശമ്പളം പറ്റുന്ന ഒരാളാവരുത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ മാനസിക വിഭ്രാന്തി ഉണ്ടാവാൻ പാടില്ല. മാനസിക വിഭ്രാന്തി ഉണ്ടാവാൻ പാടില്ല. ഇനി രാജ്യസഭ അംഗമാവുന്നതിനുള്ള യോഗ്യത കൂടി വേണം. ഓക്കെ, ഒരു രാജ്യസഭ അംഗമാവാനായിട്ട് എന്തൊക്കെ യോഗ്യത വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു രാജ്യസഭ അംഗമാവാൻ എന്തൊക്കെ യോഗ്യതകൾ വേണോ ആ യോഗ്യതകളെല്ലാം ആർക്കും വേണം? ഉപരാഷ്ട്രപതി ആവുന്നവർക്കും വേണം. അപ്പോൾ ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സ് തികയണം, ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാവാൻ പാടില്ല, സർക്കാരിൽ നിന്നും ശമ്പളം പറ്റുന്ന ആളാകരുത്, ചിത്തഭ്രമം പാടില്ല, രാജ്യസഭ അംഗമാവുന്നതിനുള്ള യോഗ്യത കൂടി വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ രാജ്യസഭ അംഗമാവാനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് പൂർത്തിയാവണം? രാജ്യസഭ അംഗമാവാനായിട്ട് 30 വയസ്സ് പൂർത്തിയാവണം. പിന്നെയോ നമുക്കറിയാം ലോക്സഭ അല്ലെങ്കിൽ നിയമസഭ അംഗമാവുന്നതിന് വേണ്ടിയിട്ട് എത്ര വയസ്സായിരുന്നു പൂർത്തിയാവേണ്ടത്? 25 അല്ലേ? ലോക്സഭ അംഗമാവാനും നിയമസഭ അംഗമാവാനും വേണ്ടിയിട്ട് 25 വയസ്സ് പൂർത്തീകരിക്കണം. ദെൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം 21 വയസ്സാണ്. വോട്ട് ചെയ്യാനാണെങ്കിൽ 18 വയസ്സാണ്. ആ വയസ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ കാലാവധി. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷം. 5 വർഷമാണ് കാലാവധി. ആർട്ടിക്കിൾ 67 ഇതിനെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 67 കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നീക്കം ചെയ്യുന്നത്, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത് ആരാ? നീക്കം ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ പ്രസിഡന്റിനെ പഠിച്ചതുപോലെ തന്നെ ആദ്യം ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം കൊണ്ടുവരുന്നതിൻ്റെ 14 ദിവസം മുൻപ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകിയിരിക്കണം, ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ദെൻ പ്രമേയം എന്ത് ചെയ്യണം? രാജ്യസഭയിൽ അവതരിപ്പിക്കണം. എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്? രാജ്യസഭയിൽ അവതരിപ്പിക്കണം. അവിടെ ഭൂരിപക്ഷം അംഗങ്ങൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ഈ പ്രമേയം എന്ത് ചെയ്യുന്നു? പാസ്സാക്കുന്നു. പിന്നെ ലോക്സഭ കൂടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നും ഇല്ല. അപ്പൊ രാഷ്ട്രപതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. പക്ഷെ ഉപരാഷ്ട്രപതിയുടെ കേസിൽ രാജ്യസഭയിലാണ് നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അവിടെ നിന്നും പാസ്സാക്കി പിന്നെ ലോക്സഭ കൂടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലാണ്
വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ്സ് കേട്ടോ. നീക്കം ചെയ്യുന്നതിൻ്റെ ഇംപീച്ച്മെന്റ് നടപടിക്രമം ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 68. ആർട്ടിക്കിൾ 68 പറയുന്നത് എന്താണ്? നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ ഒരു ഉപരാഷ്ട്രപതി ഉണ്ട്, ഒരു വൈസ് പ്രസിഡന്റ് ഇപ്പം നിലവിലുണ്ട്. ഇനി കാലാവധി കഴിയാറായിട്ടുണ്ടെങ്കിൽ ഈ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണം. ഇപ്പം കാലാവധി 5 വർഷമാണ്. 3 വർഷമൊക്കെ അല്ലെങ്കിൽ 4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ആളെ നമ്മൾ കണ്ടുവയ്ക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 68. അപ്പോഴാണ് ഇയാൾ സ്ഥാനം ഒഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത ആൾ കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 68 അതാണ് പറയുന്നത്. നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് കാലാവധി കഴിയാറായിട്ടുണ്ട്, കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 68. ഇനി ആർട്ടിക്കിൾ 69 പറയുന്നത് എന്താണ്? വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 69 എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലായിരിക്കും? പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും. ഓക്കെ, പ്രസിഡന്റിന്റെ മുമ്പിലാണ് വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്.